ഹലോ, ഇറ്റ്സ് മീ തുഷാര അർച്ചൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്നൊരു സിമ്പിളായിട്ടുള്ളൊരു ടീ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം വേണ്ടത് ഒരു കപ്പ് മൈദ, അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും. ഇത്രയും ഇട്ടിട്ട് ആ മിക്സ്ചർ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അരിച്ചെടുത്താലും അത്രയും നല്ലത്. അതിനുശേഷം നമ്മൾ നേരെ ചെയ്യേണ്ടത് ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ട ആക്ച്വലി റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ അത് പുറത്തെടുത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം ചെയ്യുക. കാരണം ശേഷം അതൊരു 30 സെക്കൻഡ് ഒന്ന് മിക്സിയുടെ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ടൊന്ന് 30 സെക്കൻഡ് ഗ്രൈൻഡ് ചെയ്യുക. കൂടുതൽ സമയം അത് അടിക്കേണ്ട ആവശ്യമില്ല, 30 സെക്കൻഡ് ധാരാളമാണ്. അപ്പോൾ അത് 30 സെക്കൻഡ് അടിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച 1 കപ്പ് പഞ്ചസാര 1 കപ്പ് പൊടിച്ചിട്ട് അളന്നതാണ്, അല്ലാതെ 1 കപ്പ് എടുത്തിട്ട് പൊടിച്ചതല്ല ഞാൻ പറയുന്നത്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര ആ മിക്സ്ചറിലോട്ടേക്ക് ഇടുക. എന്നിട്ട് അതേപോലെ മിക്സിയിൽ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് കൂടി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് യോജിച്ച് വരും. അതിന് ശേഷം ഒരു കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലൊരു 30-40 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിന് ശേഷം ഈ മിക്സ്ചർ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കുക. നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം, പക്ഷെ ഞാൻ വാനില എസൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് അതിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ മിക്സ്ചർ ഉണ്ടല്ലോ മൈദയുടെ, അത് നമ്മൾ കുറേശ്ശെ അതിലേക്ക് ഇട്ടിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ബബിൾസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കിട്ടും. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു 1/2 കപ്പ് പാലെടുത്തിട്ട് ചൂടാക്കുക. അത് പാലെടുത്തതിന് ശേഷം പിന്നെ 1 ടേബിൾ സ്പൂൺ കണക്കിന് ഒരു അൺസോൾട്ടഡ് ബട്ടർ, ഏതെങ്കിലും ഒരു ബട്ടർ എടുത്തിട്ട് അതുകൂടി ആ പാലിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. പാല് തിളച്ച് വരണമെന്നില്ല, ബട്ടർ ജസ്റ്റ് ആ ചൂടുകൊണ്ടൊന്ന് ഫുള്ളായിട്ട് മെൽറ്റ് ആവുന്ന വരെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു പാലും അപ്പോഴത്തേക്ക് ചൂടാവും. അതല്ലാതെ നമ്മൾ സാധാരണ ചായക്ക് വെക്കുന്നത് പോലെ തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. എന്നിട്ട് നേരെ നമ്മളത് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിക്കുക. അത് ഒഴിച്ചിട്ട് പ്രോപ്പറായിട്ട് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി അതിന് ശേഷം നമ്മൾ ഇതുപോലെ കേക്കിൻ്റെ ഒരു മോൾഡ് എടുക്കുക. മോൾഡിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിക്കുക. അതൊഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഓവനിലാണ്. അപ്പോൾ ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം റെഡിയാക്കി വെച്ചേക്കുന്ന കേക്ക് ബാറ്റർ നേരെ ഓവനിലേക്ക് എടുത്ത് വയ്ക്കുക. ഒരു 20 to 25 മിനിറ്റ്സ് വെച്ചാൽ മതിയാവും. ഇനി ഓവനിലല്ല ചെയ്യുന്നതെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇച്ചിരി ലെവലിൽ, അതായത് ഒത്തിരി വെള്ളം വേണ്ട, ഇച്ചിരി ലെവലിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇതുപോലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് മോൾഡ് വെച്ചാൽ മതി. അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോഴും ഒരു 25 to 30 മിനിറ്റ്സ്. നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുവാണെങ്കിൽ ജസ്റ്റ് അതൊരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ച് കുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അതിൽ ബാറ്റർ പറ്റി പിടിക്കുകയാണെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ടാവില്ല, പക്ഷെ പറ്റി പിടിച്ചില്ലെങ്കിൽ കേക്ക് റെഡിയാകും. അപ്പം നമ്മുടെ കേക്ക് റെഡിയായി. അതിന് ശേഷം ജസ്റ്റ് ഒരു 15 to 20 മിനിറ്റ്സ് അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടുക. ആ ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ആക്ച്വലി ഉപയോഗിച്ചേക്കുന്നത് ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന മോൾഡായിരുന്നു. എൻ്റെ കയ്യിൽ സ്ക്വയർ മോൾഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്ക്വയർ മോൾഡിൽ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻസിൽ എന്നെ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.